ഇനി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഭയപ്പെടുവാൻ യോഗ്യനാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകണം. അതിനുവേണ്ടി ഈ വാക്യം വായിക്കുന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1:17 പറയുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവരെ പോലെ അവന്റെ കാൽക്കൽ വീണു. നീ നോക്കിയേ, ആരെ കുറിച്ചാണ് പറയുന്നത്? യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ സപ്തമഹിമാ വിഭൂഷനായ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ യോഹന്നാൻ യഹോവയായ യേശു കർത്താവിനെ കണ്ടു. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടിട്ട് അവൻ മരിച്ചവനെ പോലെ യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ യോഹന്നാൻ ആരായിരുന്നു? യോഹന്നാൻ ആരായിരുന്നു? യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന വ്യക്തിയാണ് യോഹന്നാൻ. മറുരൂപമലയിൽ യേശുവിന്റെ തേജസ്കരണം തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടവനാണ് യോഹന്നാൻ. യേശുവിന്റെ അത്ഭുതങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചവനാണ് യോഹന്നാൻ. എന്നാൽ യോഹന്നാൻ ഇപ്പോൾ യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ഭയപ്പെട്ടവന്റെ കാൽക്കൽ വീഴണമെങ്കിൽ എന്താ കാരണം? അന്ന് ഞാൻ കണ്ട യേശുവല്ല ഇന്ന് എന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. അവന്റെ രൂപം കണ്ടെത്താൻ ഭയപ്പെട്ടുപോയി. നോക്കിക്കേ, അവിടെ രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ നോക്കിക്കേ. 7 പൊൻനിലകൾക്ക് നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്തും പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. തലയും മുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു. കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടും പഴുപ്പിച്ചതിന് സദൃശമായിരുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. അവന്റെ കയ്യിൽ 7 നക്ഷത്രം. അവൻ വായിൽ നിന്ന് മൂർച്ചയേറെ ഇരുവായി തന്നെയുള്ള വാൾ പുറപ്പെടുന്നു. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. ഇത് കണ്ടാൽ ആരാ ബോധം കെട്ട് പോകുന്നത്? യോഹന്നാൻ ബോധം കെട്ട് തന്റെ കാൽക്കൽ വീണു.